അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കട്ടായിപ്പോയി, അതുകൊണ്ടാണ് പ്രശ്നമായത്. ഇത്ര സൗണ്ട് കുറയ്ക്കുകയെന്ന് വെച്ചാൽ അമ്മമ്മ ഉറങ്ങിയിട്ട് ഇത്ര വേണമെങ്കിൽ ക്ഷമ കൂട്ടാം. ഇത് കുറുക്കണേ കൂടി മഞ്ഞൾ വേണം, അതാണ് ആദ്യം ഞാൻ കുഴപ്പമില്ല. പിന്നീടാണ് ഒരു പരുവായി ഇത് കുഴയ്ക്കണം. ഇപ്പം നമ്മുടെ ഫൈനൽ ടച്ചിലേക്ക് വരുവാണ്. ഞാൻ ഇതെടുത്ത് അങ്ങോട്ട് ബൈ ഗൈസ്, നമുക്കങ്ങ് ഇവിടെ ഫോൺ വെച്ചിട്ട് ഇത് തേക്കാണ്. നിങ്ങളെ കണ്ടുപിടിക്കും. കാത്തിരുന്ന് കണ്ടോ, നിന്നെയൊക്കെ എന്റെ സ്ഥലത്തിന് കൊടിയെടുപ്പിക്കും. ഓടിച്ചത് നീ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കേൾക്ക്, ആ സ്ത്രീയെ എങ്ങനെ പറ്റിക്കണമെന്ന് എനിക്കറിയാം. അവരെ ആദ്യത്തെ തെരുവിന്റെ വലതുവശത്തേക്ക് കൊണ്ടുവരും. ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്റെ കയ്യിൽ നിന്ന് നീ ഒന്നും രക്ഷപ്പെടില്ല. അവിടെ ഉണ്ടല്ലേ കൊച്ചു പള്ളികളെ, നിന്നെയൊക്കെ ഞാൻ ശരിയാക്കും. സന്തോഷം കൂട്ടുകാരെ, ഇത് നിന്റെ ബാസ്കറ്റ് ഫ്രീഡ. ഞങ്ങളൊക്കെ ഒന്നിച്ചല്ലേ ചെയ്യാന്ന്. ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ എത്ര പെട്ടെന്ന് കാണുമായിരിക്കും. മാത്രമല്ല നിനക്കിത് ചെറുതായാലും വിഷമിക്കുകയും ചെയ്യാം. മുത്തശ്ശിനെ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ പറഞ്ഞോ, അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷേ ഇങ്ങനെയാണ് എൻ്റെ മോഹം. നിങ്ങളിവിടെ ഒരുപാട് നേരം നിൽക്കണ്ട കൂട്ടുകാരെ. ഫ്ലോട്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഗുഡ് ബൈ. വീണ്ടും കാണാൻ കരുതുന്നു. വീണ്ടും കാണാം. ഗുഡ് ബൈ ഫ്രീഡ. ഇപ്പോ എങ്ങനെ തോന്നുന്നു? നന്നായിരിക്കാൻ പറ്റുന്നതല്ലേ? നിങ്ങളെ മാധ്യമത്തിൽ കഴിഞ്ഞില്ല മിസ് മീയ. എല്ലാവർക്കും ഹലോ. ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. അതെ, നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പ്രമോഷൻ ചെയ്തതാണ്. ഗൈസ് കൺവീലായി കൈ വെക്കണേക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോകണോ? പേടിയാണെന്നല്ലേ എല്ലാവരും പറയും. ഓ മുത്തശ്ശ, എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്റെ ആദ്യ പരിശോധനയ്ക്ക് വേണ്ടി നാളെ രാവിലെ തന്നെ ഡോക്ടറെ കാണാൻ പോകും. ഗൈസ് അപ്പോൾ നമ്മൾ ഏകദേശം
എപ്പോഴും വാഷ് ചെയ്യാം. This program is sponsor Amritway, patiently winning the Amritway Nice Food. അവരുടെ സന്തോഷത്തിന് മുകളിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ ദുഃഖവാർത്ത പഠിച്ചു. എപ്പോഴും ഒരു ഓപ്പറേഷൻ അത് നടക്കില്ല. എനിക്ക് പ്രശ്നം എന്താണെന്ന് അറിയണം. സർജറിയുടെ ആവശ്യമുള്ള പക്ഷെ സമ്മതിക്കില്ല. റൂഡിന്റെ സഹായത്തോടെ പ്രിയനെ കണ്ടെത്തുന്നു. തിരികെ വെച്ചവർക്കാരെ അവർക്ക് ഈ ഓപ്പറേഷൻ നടത്തി സുഖം പ്രാപിച്ചത്. നിങ്ങളോട് നമുക്ക് സംസാരിക്കണമെന്ന് ഹൈദരാബാദ് പറഞ്ഞു. സർജറിയാ പോകണോ? നീ എന്താ ജയിച്ചു? താങ്ക് യു മുത്തശ്ശ. ഗൈസ് ശരിക്കും ഇതാണ് 50ാമത്തെ എപ്പിസോഡ്. ആ വരൂ, ദയവ് ചെയ്ത് ഇവിടെ വന്നിരിക്കൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. ഇന്ന് എനിക്ക് ശസ്ത്രക്രിയയുടെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് താങ്കൾക്ക് എന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വരേണ്ടി വന്നു. എന്റെ അവസാന ആഗ്രഹങ്ങൾ താങ്കൾ എഴുതി തയ്യാറാക്കുക. എനിക്ക് ഒരേ ഒരു അവകാശമുള്ളൂ, എന്റെ കൊച്ചുമകൻ ഹൈഡി. മലയാളി, എനിക്ക് മനസ്സിലായി. ഞാൻ മുഴുവൻ കഥകൾ പറഞ്ഞുതരാം. കൃത്യമായി പറഞ്ഞാൽ 8 വർഷം മുമ്പ് എന്റെ ഒരേ ഒരു മകനായ ഡ്രൈവറിനെ പറഞ്ഞ താമസിച്ചു. പിന്നെ അവന്റെ ഭാര്യയും മകൾ ഹൈഡി. എൻ്റെ ചുണ്ടത്ത് വീണ്ടും എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം എന്റെ മകനെ നിർത്തുന്നത് ഞാൻ സാധിച്ചു. ഈ പദ്ധതി എന്തായാലും വിജയിക്കുമെന്ന് തോന്നുന്നു. പാലം പണിയാൻ ഗ്രാമവാസികൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അഭിമാനിച്ചു. ആ പാലം ഞങ്ങൾ കുട്ടികളെ പിടിച്ചതാകരുതായിരുന്നു. എല്ലാം നന്നായി അപ്പം ഇനി നമുക്ക് പക്ഷേ സന്തോഷകരമായിട്ട് ഇത് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോഴാണ് എന്റെ മകൻ എന്നോട് പറഞ്ഞത് അവരുടെ ഭാര്യയും മകൾ ഹൈഡിയുള്ള നഗരത്തിലേക്ക് താമസമാകും. അവൻ നാഗരിക ജീവിതം ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ഞാൻ തന്നെയാണ് എന്റെ അച്ഛൻ. എന്റെ അനുവാദമില്ലാതെ ഇവിടെ എങ്ങും പോകാൻ സാധിക്കില്ല. ആ ദിവസം വീണ്ടും ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടു. അന്ന് എന്റെ മകൻ പാലക്കുറിയിൽ ഇറങ്ങുന്ന സമയത്ത് ചിതലിനൊരു പലകയും ചന്ദ്രയും ഉണ്ടായി. ഞാനവരെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നെ കൊണ്ട് അവർക്ക് പോയി അവരെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എന്റെ മോനെ ആധാരണ സംഭവത്തിന് ശേഷം കഴിയില്ല. അതിൽ നടത്തിയിട്ടുള്ള ഒരു കാര്യം ഭർത്താവിന്റെ ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കായി. ഗൈസ് അപ്പം നമ്മൾ തേച്ച് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഗ്രാമം പിന്നീട് മലനിരകളിലേക്ക് താമസമാറി. തിരിച്ച് ആ ഗ്രാമത്തിലേക്ക് പോകാൻ എന്റെ പ്രതിജ്ഞയാണ്. ഒന്നും പറയേണ്ടതില്ല. എന്റെ കൊച്ചുമോൾ ഹൈഡിയെങ്കിലും എനിക്കുള്ളത് ഒരു ആശ്വാസമായി ഞാൻ കരുതുന്നു. ഒടുവിൽ എന്റെ മരുമകൾ ഉടലടി. അവളുടെ മരണം മുന്നിൽ കണ്ട് ഹൈഡിയെ അവളുടെ സഹോദരിക്ക് നൽകി. അവൾ നല്ലനിരയിൽ നിന്നും ഹൈഡി മാറ്റി നഗരത്തിൽ കൊണ്ടുപോയി സ്വന്തം വളർത്തി. പക്ഷേ ഒരു ദിവസം എന്റെ ഹൈഡി മരിച്ചു വന്നു. അതാണോ മുത്തശ്ശന്റെ വീട്? എന്താ ശബ്ദം? ഇത് ഞാൻ
15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം.